നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാടനപ്പള്ളി ഗണേശമംഗലത്ത് റോഡരികിൽ അപകട ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മണലൂരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. എടമുട്ടം SNS സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മേൽശാന്തി സ്ഥാനാരോഹണം നടന്നു. വാർത്തകൾ വിശദമായി. വാടനപ്പള്ളി ഗണേശമംഗലത്ത് അപകട ഭീഷണി ഉയർത്തി റോഡരികിൽ നിൽക്കുന്ന കാലപ്പഴക്കമുള്ള മരങ്ങൾ ഉടനടി മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാവുന്നു. വാടനപ്പള്ളി ഗണേശമംഗലം ബസ് സ്റ്റോപ്പിൽ നിന്ന് 25 മീറ്റർ ദൂരത്തിൽ അശോക തിയേറ്ററിലേക്കുള്ള വഴി മുതൽ ജനതാ ഹോമാർട്ടിന് എതിർദിശ വരെ റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. കാലപ്പഴക്കത്താൽ ഒടിഞ്ഞു വീഴാറായതും കൊമ്പുകളുള്ളതുമായ യൂക്കാലിപ്സ് മരങ്ങളും റെയിൻ ട്രീകളും വാഗമരവും റോഡിലൂടെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും വൈദ്യുതി ലൈനുകൾക്കും നാട്ടുകാർക്കും ഒരുപോലെ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. 2010 തൊട്ട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു ഈ മരങ്ങൾ. ഇവിടെ ഒരു 5-6 മരങ്ങളിങ്ങനെ റോഡിൽ ഭീഷണിയായിട്ട് വാഹനങ്ങൾക്ക് പോകുമ്പോൾ ഭീഷണിയായിട്ട് നിൽക്കുന്നുണ്ട്. നിരന്തരം കംപ്ലൈൻറ്റുകളൊക്കെ കൊടുത്തിരുന്നു. ഇവർ ആരും ഇതുവരെ പരിഗണിച്ചിട്ടില്ല. ഇപ്പോൾ ഇലക്ട്രിക് ലൈൻമെൻ്റെ ഉള്ളിൽ കൂടി ഇലക്ട്രിക് ലൈൻമെ തട്ടിയിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇതിന് സമാന്തരമായിട്ട് ഇലക്ട്രിസിറ്റിക്കാർ ഒരു പോസ്റ്റ് കാൽനട യാത്രക്കാർക്ക് നടക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് കൊണ്ടുവന്നിട്ടത്. അപ്പോൾ കുറച്ച് ജനങ്ങളൊക്കെ കൂടിയിട്ട് തടഞ്ഞ് ഒന്ന് സൈഡിലേക്കാക്കുകയാണ് ചെയ്തത്. ഇത് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇത് പൊളിഞ്ഞു വീണ് വല്ല സ്കൂൾ ബസ്സുകൾക്കൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. എത്രയും വേഗം ഈ മരങ്ങളൊന്ന് മുറിച്ച് മാറ്റാൻ ഉള്ള ശ്രമം അധികൃതരുടെ അടുത്തുനിന്നുണ്ടാവണം. ഗണേശമംഗലം ദേശത്ത് ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവിടെ 2-3 മരങ്ങളുണ്ട്. ഒരു 2-3 മരങ്ങൾ ഉണങ്ങി നിൽക്കുന്നുണ്ട്. അത് വല്ല ബസ്സുമേൽക്ക് കാൽനട യാത്രക്കാർക്ക് മേലെ വീണിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടെന്നല്ല, ആകെ പ്രശ്നമാണ്. ഇത് വീണ് കഴിഞ്ഞിട്ട് പിന്നെ അധികൃതർ ഓടി വന്നിട്ട് യാതൊരു കാര്യമില്ല. അതിൽ അത് പറ്റിയവർക്ക് പറ്റിപ്പോയി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മരങ്ങളെല്ലാം മുറിച്ച് മാറ്റാൻ ശ്രമിക്കുക. അധികൃതരെ ഇതിന് എത്രയും പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യുക. മഴക്കാലമായതിനാൽ മരക്കൊമ്പുകൾ ഒടിഞ്ഞു വീഴാൻ സാധ്യത വളരെ കൂടുതലാണ്. പല മരങ്ങളും റോഡിലേക്ക് ചരിഞ്ഞു നിൽക്കുന്നതിനാൽ റോഡിലൂടെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്കും നാട്ടുകാർക്കും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. ഈ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് KSEB നേരത്തെ തന്നെ നിർദ്ദേശം സമർപ്പിച്ചിട്ടുള്ളതായി നാട്ടുകാർ പറയുന്നു. സൈഡിലുള്ള ഈ മരങ്ങൾ KSEBക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള മതിൽ, സ്വകാര്യ സ്വത്തുകൾ, പിന്നെ ഒഴിഞ്ഞു വീഴാറായ കൊമ്പുകൾ, ഇതൊക്കെ യാത്രക്കാർക്കും അതുപോലെ തന്നെ റോഡിലൂടെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്കും അതുപോലെ KSEBക്കും എല്ലാവർക്കും ഒരു പൊതുശല്യമായി വരികയാണ്. ഇപ്പോൾ ഈ പല മരങ്ങളും പല കൊമ്പുകളൊക്കെ ഉണങ്ങി നിൽക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ഒരു റെയിൻ ട്രീ ഉണ്ട്, അതൊരു വശത്തേക്ക് ചരിഞ്ഞ് നിൽക്കുകയാണ്, അതായത് റോഡിലേക്ക് വീഴാവുന്ന അവസരത്തിൽ. പിന്നെ ഇവിടെ സ്വകാര്യ വ്യക്തികളുടെ ഞങ്ങളുടെയൊക്കെ മതിൽ ഇതിൻ്റെ വേര് വന്നിട്ട് തകരുകയാണ്. അപ്പോൾ ഒരു പൊതുശല്യമായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ അപകടാവസ്ഥയിലുള്ള ഈ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ ഇതിലൂടെ സൗകര്യമായി യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അടിയന്തര സാഹചര്യത്തിൽ അപകടാവസ്ഥയിലുള്ള ഈ മരങ്ങൾ എത്രയും വേഗത്തിൽ മുറിച്ചു മാറ്റി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. തൃപ്പയാർ ലയൺസ് ക്ലബിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികൾക്കും കൂടെ നിൽക്കുന്നവർക്കും രാത്രി ഭക്ഷണം വിതരണം ചെയ്തു. സേവന പ്രവർത്തനങ്ങൾക്ക് തൃപ്പയാർ ക്ലബ്ബ് പ്രസിഡന്റ് PK ഏകലവ്യൻ, സെക്രട്ടറി ശ്യാം പത്തായക്കാട്ടിൽ, ലയൺസ് മെമ്പർമാരായ സുരേഷ് NM, ബിന്ദു സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. എടമുട്ടം SNS സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മേൽശാന്തി സ്ഥാനാരോഹണം നടന്നു. ഗുരുപൂജയോടെ ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ചു. തുടർന്ന് ക്ഷേത്രം തന്ത്രി നാരായണൻകുട്ടി ശാന്തി, ക്ഷേത്രം ജ്യോത്സ്യൻ മധു ശക്തിധര പണിക്കർ, ബിജു നാരായണൻകുട്ടി ശാന്തി, പ്രകാശൻ തന്ത്രികൾ, നന്ദകുമാർ തന്ത്രികൾ, സമാജം ഭാരവാഹികളായ പ്രസിഡന്റ് അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ, സെക്രട്ടറി രാജേഷ് വേളേക്കാട്ട്, ഖജാൻജി സുമോദ് എർണേഴത്ത്, വൈസ് പ്രസിഡന്റ് ജിതൻ ചോലയിൽ, ജോയിന്റ് സെക്രട്ടറിമാരായ ജിതേഷ് കാരയിൽ, രഞ്ജൻ എരുമത്തുരുത്തി, ബാബുരാജ് വാലിപ്പറമ്പിൽ, ജിജിൻ മച്ചിങ്ങൽ, മുൻ പ്രസിഡന്റ് സുനിൽകുമാർ അരയമ്പറമ്പിൽ, മറ്റ് ഭരണസമിതി അംഗങ്ങൾ, ഭക്തജനങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ
NS പ്രജീഷ് ശാന്തി ക്ഷേത്രം മേൽശാന്തിയായി ചുമതലയേറ്റു. BKMU കാരമുക്കിന്റെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി ദിനം ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് PV ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. വിജയൻ വിളക്കത്ത്, CDS മെമ്പർ അജിത ദയാനന്ദൻ, ആനന്ദൻ, ജോമി, പവിത്രൻ, ബിജിത ഗിരീഷ് എന്നിവർ സംസാരിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ആക്സ് കാഞ്ഞാണി ബ്രാഞ്ചിന്റെയും ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. കാഞ്ഞാണി സിംല മാളിൽ നടത്തിയ ചടങ്ങ് മണലൂർ MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. 100% വിജയം കൈവരിച്ച സ്കൂളുകളെയും SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KP സന്ദീപ്, സലീജ, മണലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ചന്ദ്രൻ, BR ജേക്കബ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി P മിഥുൻ, ഡോക്ടർ ആന്റണി വർക്കി തോപ്പിൽ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ സന്തോഷ്, എക്സൈസ് ഓഫീസർ രാജേഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VV സജീന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിലാസിനി വേണുഗോപാലൻ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കാവ്യ പ്രശോഭ്, PK കൃഷ്ണൻ, KK പ്രകാശൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ BN സുർജിത്ത്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KV വിനോദൻ, PT ജോൺസൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആശാ സുധീരൻ, സുധർമ്മൻ ചിരുവണ്ടത്ത്, മിനി അനിൽകുമാർ, സുഖില മോഹൻ, KV ഡേവിസ്, ടോണി അത്താണിക്കൽ, പ്രസന്ന മനോജ്, പുഷ്പ വിശ്വംഭരൻ, അമ്പിളി ശശി, സിന്ധു ശിവദാസ്, സുനിത ബാബു, വിനീത് പാറമേൽ, കവിത രാമചന്ദ്രൻ, ജോജു തേക്കാനത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇതിന് വികസനം എന്ന് പറയുന്നത് മനുഷ്യവിഭവത്തിന്റെ വികസനമാണ്. മനുഷ്യവിഭവ വികസനത്തിന് ആവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ, അപ്പോൾ റോഡും വരും. ഇത് ഇങ്ങോട്ട് നോക്കില്ല. ഈ മൂലധനം നിക്ഷേപിച്ച കണ്ണഞ്ചിപ്പിക്കുന്ന സംവിധാനങ്ങളാണ് വികസനം. അപ്പം അതൊക്കെ വളരും. പക്ഷേ മാനവികത വളരില്ല, മനുഷ്യത്വം വളരില്ല, മനുഷ്യനും വളരില്ല. ഈ തെറ്റായ വികസന സങ്കല്പം നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ മണലൂർ വ്യത്യസ്തമായ ഒരു വികസന സമീപനം മുന്നോട്ട് വയ്ക്കുകയാണ്. നവമണലൂർ എന്ന് പറയുന്ന ഒരു ആശയം അതാണ്. മനുഷ്യവിഭവത്തിൻ്റെ വികസനത്തിന് പ്രാധാന്യം നൽകി അതിനാവശ്യമുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിച്ച്, കൃഷി വികസിപ്പിച്ച്, അന്തരീക്ഷത്തിലെ ചൂട് കുറച്ച് ഒരു പുതിയ രീതിയിൽ എങ്ങനെ വികസനം വേണം എന്ന ഒരാശയം സമൂഹത്തിന് നൽകാനാണ് നമ്മൾ, ഞാനല്ല, ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റല്ല, നമ്മൾ ശ്രമിക്കുന്നത്. കൂട്ടായ ശ്രമം വേണം. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തോടനുബന്ധിച്ച് നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPG, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സൗഹൃദ ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ഗാനത്തിനൊപ്പം വിദ്യാർത്ഥികൾ ചുവടുവെച്ചു. ചടങ്ങ് പ്രിൻസിപ്പൽ ഷജറത്ത് SN ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് UK ഗോപാലൻ, സ്പോർട്സ് സെക്രട്ടറി സിദ്ധാർത്ഥൻ KS, സീനിയർ അധ്യാപകൻ രാംലാൽ KG എന്നിവർ സംസാരിച്ചു. ഡൽഹി ടീമിനെ പ്രതിനിധീകരിക്കുന്ന സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി അർജുൻ ഫുട്ബോൾ മത്സരങ്ങൾ നിയന്ത്രിച്ചു.
വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ സമ്മതിച്ച സാഹചര്യത്തിൽ തൃശൂർ MP സുരേഷ് ഗോപി അനുവദിച്ച കുടിവെള്ള ടാങ്കർ സ്വീകരിക്കേണ്ടതില്ല എന്ന വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി തീരുമാനം തിരുത്തണമെന്ന് BJP മെമ്പർമാർ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ അന്ധത മാറ്റി ജനങ്ങളുടെ കുടിവെള്ളം എന്ന അടിസ്ഥാന ആവശ്യം വീടുകളിൽ എത്തിക്കുന്നതിന് കുടിവെള്ള ടാങ്കർ അനുവദിക്കുന്നതിന് MP-യോട് ആവശ്യപ്പെടാൻ ഭരണസമിതി തീരുമാനമെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP മെമ്പർമാർ വലപ്പാട് പഞ്ചായത്ത് ഭരണസമിതി യോഗം തടസ്സപ്പെടുത്തി. പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് മെമ്പർമാർ മുദ്രാവാക്യം വിളികളുമായി ഭരണസമിതി യോഗത്തിൽ പ്രതിഷേധിച്ചു. BJP പാർലമെന്ററി പാർട്ടി നേതാവ് PV ആനന്ദൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രശ്മി ഷിജു, മെമ്പർമാരായ ജിഷ സജീഷ്, ജിതിൻ റാം, ശോഭന ഷൺമുഖൻ എന്നിവരാണ് പ്രതിഷേധിച്ചത്. കുടിവെള്ളത്തിന് പോലും രാഷ്ട്രീയം കാണുന്ന വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുടിവെള്ളക്ഷാമത്തിന് വാട്ടർ അതോറിറ്റിയെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് സ്വന്തം കഴിവില്ലായ്മ മറച്ചുവെക്കാനാണ് ശ്രമിക്കുന്നതെന്നും പ്രസിഡന്റിന് സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതുവരെ രൂക്ഷമായ സമരങ്ങളുമായി BJP മുന്നോട്ടു പോകുമെന്നും തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈൻ നെടിയിരിപ്പിൽ പറഞ്ഞു. ധനീഷ് മഠത്തിപ്പറമ്പിൽ, മോഹൻദാസ് ഭഗവതിപ്പറമ്പിൽ, സിജി സോമസുന്ദരൻ, ഷൈര സദാശിവൻ, രഘുലാൽ വടക്കഞ്ചേരി, സൗമ്യൻ നെടിയിരിപ്പിൽ, ഉണ്ണികൃഷ്ണൻ ആളുപ്പറമ്പിൽ, EK രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകളുടെ ഇടവേളയ്ക്ക് ശേഷം 9ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2026. കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ SSLC +2 എല്ലാ സിലബസുകളിലെയും ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മെമ്മന്റോയും നൽകുന്നു. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങളുടെ കേരള വിഷൻ ഓപ്പറേറ്ററുമായി ബന്ധപ്പെടുക. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ,
പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ Gold and Diamonds, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. Manappuram Geeta Ravi Public School, the joy of learning. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. ബിൽടെക്, തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്ക് ആവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഹാർഡ്വെയർസ് ആൻഡ് ഡോർ ലോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽടെക്, തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്.
സ്പർശ ആയുർവേദിക് ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വീണ്ടും വാർത്തകൾ നോക്കാം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കാഞ്ഞാണി സിംല മാളി നടത്തിയ ശില്പശാല സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് NR അജിത് പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി M വാസന്തി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM കുഞ്ഞുമൊയ്തീൻ, ജില്ലാ പ്രസിഡന്റ് MC പോളച്ചൻ, ജില്ലാ സെക്രട്ടറി BC ജോൺസൺ, ജില്ലാ ട്രഷറർ K ഗിരീന്ദ്രബാബു എന്നിവർ സംസാരിച്ചു. CD ജോസഫ്, ND ഈനാശു, AT ആൻഡോ, PM വിജയകുമാരി, MS സുധാകരൻ, TK അനഘദാസ്, ദിലേഷ് കൊട്ടിലിക്കൽ, ബാബു ഫ്രാൻസിസ്, KA തോമസ് എന്നിവർ നേതൃത്വം നൽകി. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങൾ കമ്മീഷനെ വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം പ്രതിപാദിക്കുന്നതിന് വേണ്ടി കമ്മീഷനെ വെച്ചു. ആ കമ്മീഷനെ കൊണ്ട് എന്തെങ്കിലും ഒരു നക്കാപ്പിച്ച എഴുതി വാങ്ങിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ 4 അംഗ പൂർണ്ണ ഇടതുപക്ഷ ചിന്താഗതിക്കാരായ 4 പേർ. അവരെ വെച്ച് ഗവൺമെന്റ് മാറി. അവരെ വെച്ചിട്ടാണ് പുതിയ കമ്മീഷൻ 12ാം കമ്മീഷൻ എന്ന് പറയുന്നതെങ്കിൽ എന്തും എഴുതി കൊടുക്കാൻ മടി കാണിക്കാത്തവരാണ് അവർ. പക്ഷിക്കില്ല നമ്മുടെ സർക്കാരിന്റെ വ്യക്തിയാക്കുന്ന രീതിയിൽ 25% വർധന കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു റിപ്പോർട്ടൊക്കെ എഴുതി കഴിഞ്ഞാൽ സംസ്ഥാന ജീവനക്കാരുടെ കാര്യങ്ങൾ അവർക്ക് 15-16% കൊടുക്കണം, വെയിറ്റേജ് കൊടുക്കണം എന്നെല്ലാം പറഞ്ഞ് എഴുതിയാൽ ഈ സംസ്ഥാനത്തെ സർക്കാരിന് കൊടുക്കാൻ കഴിയുമോ? പട്ടികജാതി ക്ഷേമ സമിതി മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി ചരമദിനം ആചരിച്ചു. കാഞ്ഞാണി സെന്ററിൽ നടത്തിയ ചടങ്ങ് PKS മണലൂർ ഏരിയ സെക്രട്ടറി BV സജീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ ജോയിന്റ് സെക്രട്ടറി കുമാർ G അരിമ്പൂർ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി മെമ്പർ അരുൺ ആനന്ദ്, CPM ഏരിയ കമ്മിറ്റി മെമ്പർ KV ഡേവിസ്, മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. CPM ലോക്കൽ കമ്മിറ്റി മെമ്പർ KS വിവേക്, KA അജയകുമാർ, KK ബാബു, കുമാരൻ അരിമ്പൂർ, ആനന്ദൻ എടമിനി എന്നിവർ നേതൃത്വം നൽകി. സെൻസസിന്റെ സെൽഫ് എന്യൂമറേഷൻ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് റൂറൽ സെൻസസ് ചാർജിന്റെ പരിധിയിലെ സെൽഫ് എന്യൂമറേഷൻ ക്യാമ്പയിൻ ഉദ്ഘാടനം വലപ്പാട് വില്ലേജിൽ പരിമിതികളെ വിജയപടവുകളാക്കി നിരവധി പുരസ്കാരങ്ങൾ നേടിയ അഫ്രിൻ ഫാത്തിമ നിർവഹിച്ചു. ചാവക്കാട് സെൻസസ് ചാർജ് ഓഫീസർ സംഗീത് TR, ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ അബ്ദുൽ ഖാദർ AK, സെൻസസ് ഡെപ്യൂട്ടി തഹസിൽദാർ ഉദയകുമാർ MP, സലീം ES, വലപ്പാട് വില്ലേജ് ഓഫീസർ ഷിജു KS, മറ്റ് വില്ലേജ് ജീവനക്കാർ, പഞ്ചായത്ത് മെമ്പർ കണ്ണൻ എന്നിവർ പങ്കെടുത്തു. ആദ്യഘട്ടം എന്ന നിലയിൽ നമ്മളിപ്പോൾ വീടുകളുടെ സെൻസസാണ് എടുക്കുന്നത്. അപ്പോൾ ഈ തവണ തുടങ്ങിയ നമ്മൾ മുൻകാലങ്ങളിൽ ഇത് പേപ്പറിൽ കൂടി ചെയ്തിരുന്ന വർക്കാണ്. പക്ഷേ ഇപ്പോൾ അത് ഡിജിറ്റലൈസ് ആണ് ചെയ്യുന്നത്. CMS പോർട്ടൽ വഴി നമ്മൾക്ക് ഈ ടീച്ചർമാർ വീടുകളിൽ വന്ന് അതൊരു ഡിജിറ്റൽ രൂപത്തിലാണ് ഇത്തവണ സെൻസസ് നടക്കുന്നത്. ഇതിൽ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ടാണ് നമ്മൾക്ക് സെൽഫ് എന്യൂമറേഷൻ, നമ്മളുടെ വീടുകളുടെ വിവരങ്ങളൊക്കെ നമുക്ക് സെൽഫായിട്ട് ചെയ്യാവുന്ന ഒരു ഇത് നമുക്ക് ആദ്യമായിട്ടാണ് ഈ ഡിജിറ്റൽ രൂപത്തിൽ വന്നതിൻ്റെ പേരിലാണ് നമുക്ക് ഈ സൗകര്യം നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അത് ഇന്നലെ തുടങ്ങി ജൂൺ 16 തുടങ്ങി 30-ാം തീയതി വരെയാണ് അതിൻ്റെ ദിവസം തന്നിരിക്കുന്നത്. വലപ്പാട് ഭാരത് വിദ്യാമന്ദിറും തൃത്തല്ലൂർ ഭാരത് വിദ്യാമന്ദിറും സംയുക്തമായി ആശ്വാസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളിൽ നിന്നും ശേഖരിച്ച പഠനോപകരണങ്ങൾ തണൽ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കൈമാറി. മാനേജർ അജിത് പ്രസാദ്, പ്രിൻസിപ്പൽ ബിന്ദു സോമൻ, വൈസ് പ്രിൻസിപ്പൽ സരിത N, വിഘ്നേഷ് പ്രസാദ്, തണൽ കോർഡിനേറ്റർമാരായ ശോഭ സുബിൻ, അഫ്സൽ, സീനിയർ സെക്ഷൻ ഹെഡ് നിഷ AP, പൗച്ചും പേനയും സംഭാവനയായി തന്ന മുത്തൂറ്റ് ഫൈനാൻസിന്റെ മാനേജർ വിനീത് വിൻസെന്റ്, സ്കൂൾ ലീഡർ ഹൃതിക AS, ആശ്വാസ ക്ലബ്ബ് കോർഡിനേറ്റർമാരായ TV ഷിജു, TR രാഗി എന്നിവർ സംസാരിച്ചു. ചാരിറ്റബിൾ സൊസൈറ്റിക്ക് വേണ്ടി പുസ്തകങ്ങളും പേനയും പൗച്ചും ഒക്കെ തന്നു നിങ്ങളോടുള്ള ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. തണൽ എന്ന് പറയുന്ന പദ്ധതി ഏകദേശം 10 വർഷത്തിലേറെയായി വളരെ സജീവമായി, പ്രത്യേകിച്ചും തീരദേശ മേഖലയിൽ അർഹരായ വിദ്യാർത്ഥികളിലേക്ക് എല്ലാ കാര്യങ്ങളും പഠന സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എത്തിക്കുന്ന പദ്ധതിയാണ്. ആ പദ്ധതിയിൽ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ നൽകുന്ന പുസ്തകങ്ങളും പേനയും ഒക്കെ ഗവൺമെൻറ് സ്കൂളിലെയും എയ്ഡഡ് സ്കൂളിലെയും അർഹരായ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ബഹുമാനായ ഉമ്മൻചാണ്ടി സാറാണ് ഇതിന് തുടക്കമിട്ടത്. ലോകം മുഴുവൻ ഫുട്ബോൾ ആരവങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ 1 മാസം നീണ്ടു നിൽക്കുന്ന ലോകകപ്പ് ആഘോഷങ്ങൾക്ക് കഴിമ്പ്രം വിദ്യാലയത്തിൽ തുടക്കമായി.
ലോകകപ്പിലെ പ്രമുഖ ടീമുകളെ പ്രതിനിധീകരിച്ച് കുട്ടികൾ ജേഴ്സി അണിഞ്ഞു. ഓരോ ടീമുകളുടെയും താരങ്ങളുടെ ചിത്രങ്ങൾ ഉയർത്തി ആവേശനൃത്തം നടത്തി ആഹ്ലാദം പ്രകടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഒ ബീന, പ്രധാനാധ്യാപകൻ CS ദിലീപ് കുമാർ, PTA പ്രസിഡന്റ് BR ജിത്ത്, മറ്റ് PTA മാതൃസംഗമം പ്രതിനിധികൾ, അധ്യാപകർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. എക്സ് കാഞ്ഞാണി ബ്രാഞ്ചിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. കാഞ്ഞാണി സിംല മാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് BR ജേക്കബ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഡോക്ടർ ആന്റണി തോപ്പിൽ, ട്രഷറർ ഇസാക്ക് പള്ളിക്കുന്നത്ത്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ ML സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മികച്ച പ്രവർത്തനത്തിന് കാഞ്ഞാണി ആക്സിന് ലഭിച്ച സൈക്കിൾ ചടങ്ങിൽ ലേലം ചെയ്തു. ഈ വർഷത്തിൽ 410 മുകളിലുണ്ടായ അപകടങ്ങളിൽ സഹായം എത്തിക്കാൻ ആക്സിന് സാധിച്ചു. കൂടാതെ ഒരു വീട് പണിത് നൽകി. രണ്ടാമത്തെ വീട് പണി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ആക്സ് ഭാരവാഹികൾ അറിയിച്ചു. അതെല്ലാവരും കണ്ടപ്പോൾ തന്നെ ഭയങ്കര രസമായി. എല്ലാവരും വന്ന് പാക്ക് ചെയ്യാനും സഹകരിക്കാനും എല്ലാം വന്നു. അത് കഴിഞ്ഞ് ഇന്നായാലും ശരി ആ ഫംഗ്ഷനുകൾക്ക് അതിന് വേണ്ട മറ്റേ എന്താ പറയുക, നമ്മുടെ ഈ ടിഫിൻ ബോക്സ് അല്ല, നമ്മുടെ ആ ലഞ്ച് ബോക്സ് മാതിരി പറയാം, ചെറിയൊരു ബോക്സും ഇതൊക്കെ കൂടിയുള്ള അത് സെറ്റ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇന്നും കാലത്ത് തന്നെ 8 മണിക്ക് വരികയും അതെല്ലാം വൃത്തിയായിട്ട് നമ്മുടെ മെമ്പർമാർ വളരെ സഹകരിച്ചും ഭംഗിയായിട്ടും ആ ചടങ്ങ് ഈ പഞ്ചായത്തിന് പോലും അഭിമാനിക്കാവുന്ന വിധത്തിൽ നമ്മുടെ മെമ്പർമാരാണ് ഇത്രയൊക്കെ ചെയ്തത് നമുക്കൊക്കെ അറിയാം. അപ്പം അതിനെല്ലാവരും നമ്മുടെ മെമ്പർമാർക്ക് ഒരു തളിക്കുളം AM UP സ്കൂളിൽ 1 മില്യൺ തൂഫാൻ ഗോൾസ് ആൻഡ് വേൾഡ് കപ്പ് 2026 ഭാഗമായി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ഗോൾ കീപ്പറായിരുന്ന KS സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മണികണ്ഠൻ അധ്യക്ഷനായി. ഹെഡ്മിസ്ട്രസ് ഷീബ, കിരൺ തുടങ്ങിയവർ സംസാരിച്ചു. വ്യത്യസ്ത ടീമുകളുടെ ജേഴ്സികൾ അണിഞ്ഞ വിദ്യാർത്ഥികൾ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് മത്സരത്തിൽ പങ്കെടുത്തു. മത്സരത്തിൽ വിജയിച്ച കുട്ടികൾക്ക് ട്രോഫികൾ നൽകി അനുമോദിച്ചു. വേൾഡ് കപ്പിനോടനുബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന തുഫാൻ വേൾഡ് കപ്പിൻ്റെ ഭാഗമായിട്ട് തളിക്കുളം AM UP സ്കൂളിൽ നടക്കുന്ന പരിപാടിയാണിത്. ഇനി വിദ്യാലയങ്ങളിലൂടെ 9ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര നിറവിൽ വിദ്യാലയങ്ങൾ. എടത്തുരുത്തി സെയിന്റ് ആൻസ് കോൺവെന്റ് ഹൈസ്കൂളിലാണ് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി സംഘം ഇന്ന് എത്തി നിൽക്കുന്നത്. നമുക്ക് ഈ വിദ്യാലയത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഞാൻ സെന്റ് ആൻസ് കോൺവെന്റ് ഹൈസ്കൂളിലെ മേരി ടീച്ചറാണ്. ഞങ്ങളുടെ വളരെ നല്ലൊരു ബാച്ചാണ് ഇപ്പോൾ പാസ്സായത്. 2025-26 ബാച്ച് വളരെ നല്ല ബാച്ചായിരുന്നു. വളരെ സ്റ്റേറ്റിൽ പൊതുവെ A+ കുറവായപ്പോഴും ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് 16 A+ കിട്ടി. നല്ല മിടുക്കി കുട്ടികളായിരുന്നു. ഒരു ടീം വർക്കായിരുന്നു ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്ന്. ഞങ്ങൾ അവർക്ക് സ്പെഷ്യൽ ക്ലാസ്സുകളും ഓരോ കുട്ടികൾക്കും സ്പെഷ്യലായിട്ട് അറ്റൻഷനും കൊടുത്തിരുന്നു. അവരതിനോട് പ്രതികരിച്ചിരുന്നു, വളരെ നന്നായിട്ട് പ്രതികരിച്ചിരുന്നു. സ്പെഷ്യൽ ക്ലാസ്സുകൾ, സാറ്റർഡേ സ്പെഷ്യൽ ക്ലാസ്സുകൾ, 5:45, 4:45 വരെ ഈവനിങ് ക്ലാസ്സുകൾ, പിന്നെ എക്സ്ട്രാ ക്ലാസ്സുകൾ ഒക്കെ കൊടുത്തിരുന്നു. കോച്ചിങ് ക്ലാസ്സുകൾ കൊടുത്തിരുന്നു, ഇന്റൻസീവ് കോച്ചിങ് കൊടുത്തിരുന്നു. റിവിഷൻ ഹോളിഡേയ്സിൽ വളരെ നല്ലൊരു ടീം വർക്കായിരുന്നു.
പിന്നെ ഇത് നല്ലൊരു ബാച്ചാണ്. സ്റ്റേറ്റ് വരെ പോയ കുട്ടികളുണ്ട്. 3 ആള്, ആലിയ, അഫാസ്, പിന്നെ വൈഷ്ണവി, പിന്നെ ആബ, ഇങ്ങനെ മിടുക്കി കുട്ടികളുള്ള ഒരു ബാച്ചായിരുന്നു. ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് അവരെ കുറിച്ച് ഓർക്കുമ്പോഴും അവരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും. താങ്ക് യു. ഞാൻ സിസ്റ്റർ സി നീറോസ്, ഈ വിദ്യാലയത്തില് മലയാളം അധ്യാപികയാണ്. 2026 മാർച്ചില് എക്സാം എഴുതിയ 165 പേരും സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളോട് വളരെയേറെ സജീവമായിട്ട് സഹകരിച്ചതുകൊണ്ട് ഒരു ഉന്നത വിജയം കരസ്ഥമാക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതിൽ വിദ്യാലയത്തിൽ അധ്യാപകരെന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരത്തിന് ഈ വർഷവും മുൻ വർഷങ്ങളിലേതുപോലെ ഞങ്ങളുടെ വിദ്യാലയത്തെ തിരഞ്ഞെടുത്തതിനും ഞങ്ങളുടെ വിദ്യാർത്ഥികളെ സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നതിനും ചാനലിനോട് ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ഇനിയും നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്ദി. എൻ്റെ പേര് ആബ. ഞാൻ ഈ വർഷത്തെ SSLC ഫുൾ A+ ആണ്. ഞങ്ങൾ ഫുൾ A+ കിട്ടാനായിട്ട് സ്കൂളിൽ നിന്ന് നല്ല സപ്പോർട്ടും പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ കുറേ സപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഫുൾ A+ലേക്ക് എത്താൻ സാധിച്ചത്. ഈ വർഷത്തെ സിലബസ് കുറച്ച് മാറ്റം ഉണ്ടായിരുന്നെങ്കിലും ടീച്ചേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് ഞങ്ങൾക്ക് ഫുൾ A+ കിട്ടാം. എൻ്റെ പേര് ക്രിസ്റ്റീന. ഞാൻ ഈ കൊല്ലം ഫുൾ A+ കൂടി പാസ് ഔട്ടായ കുട്ടിയാണ്. എനിക്ക് ഈ വിജയം കരസ്ഥമാക്കാനായിട്ട് എന്നെ ഏറെ പ്രോത്സാഹിപ്പിച്ചത് എൻ്റെ ടീച്ചർമാരും മാതാപിതാക്കളുടെയും പ്രയേഴ്സും എഫേർട്സും ആണ്. വിദ്യ പകരുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള ഗ്രാമ്യ TMC 9ാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി ഇന്ന് എത്തി നിൽക്കുന്നത് BPM SNDP ഹയർ സെക്കൻഡറി വിദ്യാലയമായ കഴിമ്പ്രത്താണ്. നമുക്ക് ഈ വിദ്യാലയത്തിലെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബീന, BPM SNDP HSS കഴിമ്പ്രം സ്കൂൾ പ്രിൻസിപ്പളാണ്. ഈ സ്കൂളിൽ ഈ വർഷം 2025-26 അധ്യയന വർഷത്തിൽ ഏകദേശം 315ഓളം കുട്ടികളാണ് ഹയർ സെക്കൻഡറി എക്സാം എഴുതിയിട്ടുള്ളത്. ആ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കാനായിട്ട് ഞങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 15 ഫുൾ A+, 9 5 A+ നേടി മികച്ച ഒരു വിദ്യാലയം എന്നുള്ള ഖ്യാതി നേടാനായിട്ട് ഞങ്ങളുടെ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും മികച്ച വിദ്യാഭ്യാസവും അധ്യയനവും അതുപോലെ തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങൾ നന്നായിട്ട് മികച്ച രീതിയിൽ നടത്തുന്ന തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയമാണ് ഞങ്ങളുടെ BPM SNDP HSS കഴിമ്പ്രം. അപ്പോൾ നിങ്ങളുടെ എല്ലാ കുട്ടികൾക്കും മികച്ച വിജയം ആശംസിക്കുകയും അതുപോലെ മികച്ച വിജയം നേടിയ എല്ലാ കുട്ടികളെയും ആശംസിക്കുകയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും, അതായത് പാഠ്യേതര വിഷയങ്ങളിൽ ഞങ്ങൾ കൂടുതൽ മികവ് പുലർത്തിക്കൊണ്ടുള്ള അച്ചടക്കവും കാര്യങ്ങളുമാണ് സ്കൂളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു. കഴിമ്പ്രം BPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ HM ആണ്. കഴിഞ്ഞ SSLC പരീക്ഷയിൽ നമുക്ക് ഉന്നത വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചു. തീരദേശ വിദ്യാലയങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് നേടുവാൻ സാധിച്ചു എന്നത് വളരെ അഭിമാനകരമാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ SSLC പരീക്ഷ എന്ന് പറഞ്ഞാൽ പലപ്പോഴും പല സ്കൂളുകളുടെയും A+ വിജയ ശതമാനവും 100% വിജയ ശതമാനവും എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് നമുക്ക് അഭിമാനകരമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചത്. അതിൽ സ്കൂളിനാകെ, ഈ നാടിനാകെ അഭിമാനമുണ്ട്. നമ്മുടെ PTA ആയാലും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നായാലും വളരെ കഠിന പ്രയത്നം കൊണ്ട് തന്നെയാണ് നമ്മുടെ മക്കൾ ഇത്ര നല്ലൊരു വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചത്. ഇവിടെ 192 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. അതിൽ 192 പേരും വിജയിച്ചു. 16 പേർക്ക് ഫുൾ A+ ഉണ്ട്. സ്റ്റേറ്റിൽ ഇത്തവണ നമുക്കറിയാം 60,000-ത്തിലധികം കുട്ടികൾ കഴിഞ്ഞ വർഷം A+ നേടിയപ്പോൾ ഈ വർഷം അത് 30,000 ആയിട്ട് കുറയുകയാണ് ചെയ്തത്. അതായത് പകുതിയായി കുറയുകയാണ് ചെയ്തത്. എങ്കിൽ പോലും നമുക്ക് ഇവിടെ ഈ A+ കാര്യത്തിൽ കുറച്ച് കുറവ് സ്കൂളിലുണ്ടായിട്ട്, കഴിഞ്ഞ വർഷം എന്തോ 36 A+കളാണെങ്കിലും ഈ വർഷം പക്ഷേ മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 100-ഉം 150 എല്ലാം A+ കിട്ടിയ സ്കൂളുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ മികച്ച രീതിയിലാണ് നമ്മുടെ A+ വിജയ ശതമാനം. മാത്രമല്ല, കുട്ടികൾ എല്ലാവരും D+ എന്ന് പറയുന്ന 3-4 വിഷയങ്ങൾക്ക് മാത്രമേ ആകെ D+ കിട്ടിയിട്ടുള്ളൂ. അതും അഭിമാനിക്കാവുന്ന കാര്യമാണ്.
നമ്മൾ എടുക്കുമ്പോൾ A+നെ കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ D+ എന്ന് പറയുന്ന ഒരു വലിയ സംഭവമുണ്ട്. D+ എന്ന് പറഞ്ഞാൽ കുട്ടി 5 മാർക്ക് കുട്ടി മേടിക്കുക, അധ്യാപകൻ സിയുടെ മാർക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു പ്രവണത, അപ്പോൾ 15 മാർക്കായി ഇവൻ ജയിച്ചു പോകുന്നൊരു സംഭവമാണ്. പക്ഷെ D+കളുടെ എണ്ണം ഇത്തവണ നമുക്ക് ഗണ്യമായിട്ട് സ്കൂളിൽ കുറക്കാൻ സാധിച്ചു. ഏതോ 3-4 വിഷയങ്ങൾക്ക് മാത്രമാണ് D+ ഉള്ളൂ. ബാക്കിയെല്ലാം സിയും C+ഉം B+ഉം Aയും എല്ലാം ആണ്. അപ്പോൾ അത് വലിയൊരു മെറിറ്റായിട്ട് ഞാൻ കാണുന്നു. ഏതായാലും ഇത്ര ഉന്നതമായ വിജയം സമ്മാനിച്ച എൻ്റെ മക്കളെ ഞാൻ അഭിനന്ദിക്കാൻ ഈ നിമിഷം ആഗ്രഹിക്കുകയാണ്. എല്ലാ മക്കൾക്കും അഭിനന്ദനങ്ങൾ. എൻ്റെ പേര് ഷിസ്മ. ഞാൻ കഴിമ്പ്രം BPM SNDP HSS ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA വൈസ് പ്രസിഡന്റ് ആണ്. നമ്മുടെ ഈ വർഷം സ്കൂളിന് 100% വിജയവും 16 ഫുൾ A+ നേടാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാ അധ്യാപകരും കുട്ടികൾക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അവർക്ക് വേണ്ടുന്ന എല്ലാ പരിശീലനങ്ങളും കൊടുത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും നല്ലൊരു വിജയം നേടാനായിട്ട് സാധിച്ചത്. സമീപത്തെ മറ്റു സ്കൂളുകളെ അപേക്ഷിച്ച് നമ്മുടെ സ്കൂളിൽ എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റികളും നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ PTA മാത്രമല്ല, അതുപോലെ മാനേജ്മെന്റും എൻ്റെ സ്കൂൾ ഗ്രൂപ്പ് തന്നെ നമ്മുടെ കുട്ടികളുടെ ഒപ്പം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്തരം ഒരു വിജയം നേടാനായിട്ട് സാധിച്ചത്. ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം നമുക്ക് ലഭിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ വർഷവും നമ്മുടെ മക്കൾക്ക് ഇത് ലഭിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമസ്കാരം, എൻ്റെ പേര് ആത്മീയ. ഈ BPM SNDP HSS കഴിമ്പ്രം സ്കൂളിലെ ഫുൾ A+ നേടിയ വിദ്യാർത്ഥിയാണ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ HM ടീച്ചേഴ്സൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഫുൾ A+ കിട്ടിയെന്ന് പറയാൻ പറ്റും. കാരണം HM ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ടീച്ചേഴ്സ് ആയാലും നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുമ്പോഴത്തേനും പറഞ്ഞുതരും. അതുപോലെ വീട്ടിലൊക്കെ ക്ലാസ് എടുത്തിട്ടൊക്കെ നല്ലോണം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും താങ്ക് യു. എൻ്റെ പേര് തപസ്യ. ഞാൻ BPM SNDP HSS കഴിമ്പ്രം സ്കൂളിലെ ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥിയാണ്. എനിക്ക് നല്ല സന്തോഷമുണ്ട്. സ്കൂളിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വീട്ടിൽ നിന്നായാലും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ടീച്ചേഴ്സ് ആയാലും എല്ലാ ടൈമിലും ക്ലാസ് എടുക്കുന്ന കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും നല്ല ഇതിലായിരുന്നു. പിന്നെ PTA-കാരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗ്രാമ്യയുടെ വിദ്യാഭ്യാസ പുരസ്കാരം കിട്ടുന്ന കാര്യത്തിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. എൻ്റെ പേര് സൽമാൻ. ഞങ്ങൾ SSLC ഫുൾ A+ കിട്ടിയാണ്. സിലബസൊക്കെ മാറിയിട്ടുണ്ടായി. ടെക്സ്റ്റ് ബുക്കൊക്കെ നല്ല ടഫായിരുന്നു. പക്ഷേ ടീച്ചർമാരും അതുതന്നെ പാരൻസ് നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെയൊക്കെ ഫുൾ A+ കിട്ടിയത്. പിന്നെ നല്ലോണം ടീച്ചർമാരെല്ലാം പഠിപ്പിച്ച്, പിന്നെ സ്പെഷ്യൽ ക്ലാസ്സും സാറ്റർഡേ ക്ലാസ്സും എല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ പേര് ആദിലക്ഷ്മി. ഞാൻ കഴിമ്പ്രം BPM SNDP ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ കഴിഞ്ഞ വർഷം +2 ഹ്യൂമാനിറ്റീസിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ 14 വർഷമായിട്ട് ഞാൻ ഈ വിദ്യാലയത്തിൽ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർഷം 2026 ഞങ്ങൾക്ക് 16 പേർക്കാണ് ഈ വിദ്യാലയത്തിൽ നിന്നും +2 ഫുൾ A+ ലഭിച്ചത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നാളത്തെ ഒരു പഠനയാത്രയിൽ നിന്നും ഈ വർഷം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അതിലുള്ള വിഷമം ഞങ്ങൾക്ക് ഈ ഒരു വർഷം ഉണ്ട്. വിദ്യാലയത്തിലെ അധ്യാപകരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഞങ്ങളുടെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒപ്പം തന്നെ ഞങ്ങളുടെ കൂടെയുള്ള ഓരോ കൂട്ടുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരുപാട് സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു ജേർണിയിൽ ലഭിച്ചിട്ടുള്ളത്. അതിനെല്ലാം ഈ ഒരു അവസരം നന്ദി പറയുകയാണ്. ഒപ്പം തന്നെ ഗ്രാമീണ വിദ്യാഭ്യാസ പുരസ്കാരത്തിനും ഞങ്ങൾക്ക് അർഹരാവാൻ സാധിച്ചു. അതിലും ഒരുപാട് സന്തോഷം. നന്ദി. നാട്ടിക ബീച്ച് റിസോർട്ടിന് കിഴക്ക് വശം ആളൊഴിഞ്ഞ പറമ്പിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തളിക്കുളം പുതിയങ്ങാടി ഒന്നാങ്കല്ലിൽ താമസിക്കുന്ന ഒളാട്ട് ശ്രീജയയുടെ മകൻ പ്രദീപൻ എന്ന ശ്രീരാഗാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. തൃശൂർ വാടനപ്പള്ളി ആശാൻ റോഡ് വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിന് സമീപം താമസിക്കുന്ന കടവിൽ രാജന്റെ ഭാര്യ രത്നകുമാരി നിര്യാതയായി. 72 വയസ്സായിരുന്നു. രഹന, ജിസ്ന, മുരളീകൃഷ്ണരാജ് എന്നിവർ മക്കളും ഹരിദാസ്, അഡ്വക്കേറ്റ് രാകേഷ് ശർമ്മ, ശാലിമ എന്നിവർ മരുമക്കളുമാണ്. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ഇനി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. വാടനപ്പള്ളി ഗണേശമംഗലത്ത് റോഡരികിൽ അപകട ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മണലൂരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു.
എടമുട്ടം SNS സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മേൽശാന്തി സ്ഥാനാരോഹണം നടന്നു. ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.